ധാരാളം സമ്പത്ത് കൈവശമുണ്ടെങ്കിലും സ്ഥാനമാനങ്ങളും പദവികളും അലങ്കരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് ശാന്തമല്ലെങ്കിൽ ഈ സമ്പത്ത് കൊണ്ടും പദവികൾ കൊണ്ടും എന്താണ് പ്രയോജനം? മനസ്സിനെ ശാന്തമാക്കുവാൻ ഇന്ന് മനുഷ്യർ പല വഴികൾ അവലംബിക്കാറുണ്ട്. ചിലതൊക്കെ അല്പം പ്രയോജനപ്പെടുന്നു എങ്കിലും യഥാർത്ഥത്തിലുള്ള ശാന്തത അവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാവുക എന്ന് അധികാരമുള്ള യേശു കർത്താവ് കൽപ്പിച്ചപ്പോൾ കാറ്റും കടലും അടങ്ങുകയും ശാന്തമാവുകയും ചെയ്തതുപോലെ യേശുവിൻ്റെ അധികാരമുള്ള വാക്കുകൾക്ക് മുമ്പിൽ മാത്രമേ കലങ്ങിമറിയുന്ന പ്രക്ഷുബ്ധമായ കടലുപോലെ ഇളകിമറിയുന്ന മനസ്സിനെ ശാന്തമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മനസ്സിനെ അടക്കുവാൻ, ശാന്തമാക്കുവാൻ കർത്താവിൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. മനസ്സ് ശാന്തമായിരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ കടലിനെ ശാന്തമാക്കിയ ഒരു വലിയ സംഭവം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിൽ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നു. ആ പടകിൽ തിര തള്ളിക്കയറുന്നു, അത് മുങ്ങുവാൻ തുടങ്ങുന്നു. ആ സന്ദർഭത്തിൽ യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഇവിടെ യേശുവുള്ള പടകല്ലേ? ശിഷ്യന്മാരോട് കൂടെ യേശു ആ പടകിൽ ഉണ്ടായിരുന്നല്ലോ. യേശുവുള്ള പടകിൽ പ്രശ്നങ്ങളുണ്ടാകുമോ? തിര തള്ളിക്കയറുമോ? ആ പടക് മുങ്ങുവാൻ തുടങ്ങുമോ? ചില ആളുകളുടെയൊക്കെ ചിന്ത ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പിന്നീട് വരത്തില്ല എന്നാണ്. രോഗങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ കടഭാരമോ അപമാനമോ അവഗണനകളോ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ തിരമാല പോലെ അവർക്കെതിരെ അടിച്ച് ഉയരുമ്പോൾ അവരുടെ മനസ്സ് കടൽ പോലെ വല്ലാതെ ഇളകുകയാണ്. ചില ചിന്തിക്കുന്നു ഇതൊന്നും ദൈവത്തെ വിളിക്കുന്നവർക്ക് സംഭവിക്കുവാൻ പാടുള്ളതല്ല എന്ന്. മാർത്തയും മറിയയും യേശുവിനെ ഒത്തിരി സ്നേഹിച്ചു. യേശുവിന് ഏറ്റവും പ്രിയനായിരുന്ന ലാസർ എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ലാസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ലാസർ ദീനം പിടിച്ച് മരിപ്പാറായി എന്ന് യേശു അറിഞ്ഞില്ലേ? മാർത്ത കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഒത്തിരി ഉത്സാഹിച്ചതല്ലേ? മറിയ യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം ശ്രദ്ധിച്ച സഹോദരിയല്ലേ? എങ്കിലും അവർക്ക് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളുണ്ടായി എന്നുള്ളത് വിസ്മരിച്ചുകൂടാ. ഇവിടെ ശിഷ്യന്മാർ പരിഭ്രമിക്കുന്നു, ഭയപ്പെടുന്നു. ആശ നഷ്ടപ്പെട്ടവരെ പോലെ യേശുവിനെ അവർ വിളിച്ച് ഉണർത്തുന്നു. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിനെ അവർ ഉണർത്തുന്നത്. ആ സമയത്ത് യേശു ചെയ്തത് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, ശാന്തത ഉണ്ടായി. പിന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭീരുക്കളാകുന്നത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത് കർത്താവിൻ്റെ ഇടപെടലുകളാണ്. നമ്മുടെ മനസ്സ് ചിലപ്പോഴൊക്കെ ആർത്തലച്ച് ഇളകിമറിയുന്ന കടൽ പോലെ അസ്വസ്ഥമാകാറുണ്ട്. മനസ്സിനെ ഇളകിമറിയുന്ന മനസ്സിനെ നോക്കി ശാന്തമാവുക എന്ന് പറയുവാൻ അധികാരം യേശു കർത്താവിന് മാത്രമാണുള്ളത്.
മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ യേശുവിനെ വിളിച്ച്, യേശുവിൽ ആശ്രയിച്ച് മനസ്സിനെ ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഉറച്ച വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു നിലപാടിൽ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ വാഴുന്നത് കാണുവാൻ അപ്പോൾ മാത്രമാണ് നമുക്ക് കഴിയുന്നത്. പ്രാർത്ഥനയിലും ദൈവാശ്രയത്തിലും ജീവിക്കുന്ന ഏതൊരാൾക്കും ഈ അനുഭവം തീർച്ചയായിട്ടും പ്രാപിക്കുവാൻ കഴിയും. മനസ്സ് ശാന്തമാകട്ടെ, ഹൃദയത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. ഇളകിമറിയുന്ന കടലിനെ ശാന്തമാക്കിയ യേശു കർത്താവിൻ്റെ അധികാരത്തിൽ നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ അവൻ ശാന്തമാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇളകിമറിയുന്ന കടൽ പോലെ പ്രതിസന്ധികൾ ആകുന്ന, രോഗങ്ങളാകുന്ന തിരമാലകൾ ആഞ്ഞടിച്ച് ഇളകിമറിയുന്ന കടൽ പോലെ പ്രക്ഷുബ്ധമായ മനസ്സുമായ അനേകർ ജീവിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ ശാന്തമാക്കണമേ. കാറ്റിനെ ശാന്തമാക്കിയതുപോലെ, കടലിനെ ശാന്തമാക്കിയതുപോലെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ കൊടുത്ത് ശാന്തമാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.